ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം നാളെ പുലർച്ചെ 2:50 മുതൽ 3:50 വരെ നടക്കും. ഗുരുവായൂരപ്പന് വിഷുപ്പുലരിയിൽ കണി കാണാനെത്തിയ ഭക്തർക്ക് ഈ സമയം കണ്ണനെ തൊഴുത് വിഷുക്കണി ദർശിക്കാം. ഈ സമയത്തെത്തുന്ന ഭക്തർക്ക് മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകും. ഓട്ടുരുളിയിൽ ഉണക്കലരി, വെള്ളരിക്ക, കണിക്കൊന്ന, ചക്ക, മാങ്ങ, വാൽക്കണ്ണാടി, ഗ്രന്ഥം, അലക്കിയ മുണ്ട്, സ്വർണം, നാണ്യം എന്നീ കണിക്കോപ്പുകൾ കീഴ്ശാന്തിക്കാർ ഇന്ന് രാത്രി തന്നെ ഒരുക്കിവെക്കും. രാത്രി 2 മണി കഴിഞ്ഞാൽ മേൽശാന്തി TM കൃഷ്ണൻ നമ്പൂതിരി സ്വന്തം മുറിയിൽ ഭഗവാനെ കണികണ്ട് കുളിച്ചെത്തി സ്വർണ്ണ ശ്രീലകവാതിൽ തുറക്കും. നാളികേരമുടച്ച തിരിയിട്ട് ഓട്ടുരുളിയിലെ കണിക്കോപ്പുയർത്തിപ്പിടിച്ച് കണ്ണനെ കണി കാണിക്കും. ഒരു നാണ്യം വിഷു കൈനീട്ടമായി ഭഗവാന് സമർപ്പിക്കും. കണ്ണൻ കണി കണ്ടു കഴിഞ്ഞാൽ ഭക്തർക്കുള്ള അവസരമാണ്. ശ്രീകോവിലിന് അകത്തെ മുഖമണ്ഡപത്തിൽ അലങ്കരിച്ച സ്വർണ്ണപീഠത്തിൽ കണിക്കോപ്പുകളും ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പും എഴുന്നള്ളിച്ചു വയ്ക്കും. ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിലും കണ്ണന്റെ ചെറിയ കോലം വെച്ച് കണിയൊരുക്കും. ഭക്തർ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമസ്കാര മണ്ഡപത്തിലെ കണി ആദ്യം കാണാം. സോപാനത്തിന് മുന്നിലെത്തിയാൽ കണ്ണനെയും കണിക്കോപ്പുകളും ഒരുമിച്ച് കാണാം. വിഷുനാളിൽ ദേവസ്വം വകയായി കാലത്തും ഉച്ച കഴിഞ്ഞും മേളത്തോടെ കാഴ്ചശീവേലി ഉണ്ടാകും. കാലത്ത് ഗുരുവായൂർ ശശിമാരാരും ഉച്ചകഴിഞ്ഞ് കക്കാട് രാജപ്പന്മാരാരും പഞ്ചാരി മേളം നയിക്കും. രാത്രി തെക്കുമുറി ഹരിദാസിന്റെ വഴിപാടായി വിഷുവിളക്ക് എഴുന്നള്ളിപ്പ്. വിഷു വിശേഷമായി ഗുരുവായൂരപ്പന് ദേവസ്വം വക നമസ്കാര സദ്യയുണ്ട്. ഭക്തർക്കുള്ള വിഷു സദ്യയിൽ പാൽപ്പായസം വിളമ്പും. വരി നിൽക്കാതെ ദർശനം നടത്താനുള്ള നെയ്വിളക്ക് ഷീട്ട് കാലത്ത് 7 മുതൽ മാത്രമേ നൽകൂ. തിരക്കേറിയാൽ നെയ്വിളക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. വിഷു ദിവസം ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക നിയന്ത്രണങ്ങൾ ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചെ 2:55 മുതൽ 1 മണിക്കൂറാണ് വിഷുക്കണി ദർശനം. തുടർന്ന് നിർമാല്യം, വാകച്ചാർത്ത്, അഭിഷേക ചടങ്ങുകൾ എന്നിവ നടക്കും. വിഷുക്കണി ദർശനത്തിന് പൊതുവരിയിൽ കാത്തു നിൽക്കുന്ന ഭക്തർക്ക് മുൻഗണന നൽകും. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ, VVIPകൾ, ഭരണസമിതി അംഗങ്ങൾ, ടോക്കൺ നൽകുന്ന 1000ഓളം പ്രമുഖർ എന്നിവരുടെ വിഷുക്കണി ദർശനം പുലർച്ചെ 2:30 ആരംഭിച്ച് മുഹൂർത്ത സമയമായ 2:50 മുൻപായി പൂർത്തിയാക്കും. ഇവർക്കെല്ലാം പ്രത്യേക പ്രവേശന കവാടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർ, പ്രാദേശിക ഭക്തർ എന്നിവർക്ക് 500 ടോക്കൺ വീതം നൽകും. പ്രാദേശിക വിഭാഗത്തിന് പടിഞ്ഞാറേ ഗോപുരത്തിലും മുതിർന്ന പൗരന്മാർക്ക് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലെ നെയ്വിളക്ക് കൗണ്ടർ വഴിയും പുലർച്ചെ 3:30 മുതൽ ടോക്കൺ നൽകും. ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിന് കൂടുതൽ പോലീസിനെയും സെക്യൂരിറ്റി ജീവനക്കാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള പ്രണാമ ന്യൂസ്, തൃശൂർ.